അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. റവ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പത്തിരി റെഡിയാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ റവ പത്തിരി റെഡിയാക്കാൻ വേണ്ടി 1 കപ്പ് റവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്, 2 കപ്പ് വെള്ളം. ഈ റവ എടുത്ത കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലെടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം റവയൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ നന്നായിട്ട് പൊടിയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതിയാകും. നന്നായിട്ട് പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ റവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി നമുക്കൊരു പാനിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 കപ്പ് വെള്ളവും ഉപ്പും ചേർത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച റവ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടിയൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് മറ്റൊരു പാനിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൈദപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസുകളാക്കി ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. കട്ടി കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ പത്തിരി പരത്തിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം വേണം പത്തിരി ഇട്ട് കൊടുക്കാൻ. നമ്മൾ സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് പോലെ നമുക്കിത് ചുട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് ഈ പത്തിരിയുടെ മുകളിൽ കുറച്ച് നെയ്യ് തടയി കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നെയ്യ് തടയി കൊടുക്കണമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പത്തിരിക്ക്. ഇതുപോലെ എല്ലാ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ പത്തിരി റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.